അഞ്ചുരുളി ടണൽ അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ വന്നാലും നമുക്ക് ടണലിൻ്റെ കാഴ്ചകൾ കാണുവാൻ സാധിക്കില്ല. കട്ടപ്പനയിൽ നിന്നും ഏലപ്പാറ പോകുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന കോട്ടയം റൂട്ട്. ഇത് ശബരിമല റൂട്ടുമാണ്. നല്ല വഴിയാണ്. മലയോര ഹൈവേ നിർമ്മാണം എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് കട്ടപ്പന. കട്ടപ്പനയ്ക്കടുത്തായി പ്രകൃതി രമണീയമായ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട്. കാൽവരി മൗണ്ട്, കല്യാണത്തണ്ട് മലനിരകൾ, അഞ്ചുരുളി, അയ്യപ്പൻ കോവിൽ, ഇടുക്കി ഡാം, രാമക്കൽമേട് എന്നിങ്ങനെ നിരവധി സ്ഥലങ്ങൾ. കട്ടപ്പനയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരത്തിലുള്ള അഞ്ചുരുളി ടണൽ കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ കക്കാട്ടുകട എന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അഞ്ചുരുളി ജംഗ്ഷൻ. ഇവിടെ നിന്നുമാണ് അഞ്ചുരുളിയിലേക്കുള്ള വഴി തിരിയുന്നത്. മലയോര ഹൈവേയിൽ നിന്നും അഞ്ചുരുളിയിലേക്ക് പോകുന്ന പോക്കറ്റ് റോഡിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു. പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള വഴിയാണ്. പക്ഷേ ഈ വഴി മൊത്തം മോശമാണ്. ചെറിയ വഴിയാണ്, മൊത്തം കുഴിയുമാണ്. കക്കാട്ടുകടയിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമുണ്ട് അഞ്ചുരുളി ടണൽ വരെ. മഴക്കാലവുമായതുകൊണ്ട് വഴി മൊത്തം ചെളിയുമാണ്. അങ്ങനെ നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു പാലവും ചെറിയ പുഴയും കണ്ടു. നല്ല ഭംഗിയുള്ള ഒരു പുഴ. അതിനോട് ചേർന്നു തന്നെ മനോഹരമായ ഒരു വീടും. യാത്ര തുടർന്നു. അഞ്ചുരുളിയിലേക്ക് സ്വാഗതം. വഴിക്കൊരു ബോർഡ് കണ്ടു. തൊട്ടടുത്തായി ഒരു കപ്പേളയുമുണ്ട്. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഒരുപാട് സന്ദർശകർ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിൽ നിരവധി വാഹനങ്ങൾ കാണാം. അഞ്ചുരുളി ജലാശയവും തുരങ്കവും സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ ചെറിയ കടകളൊക്കെയുണ്ട്, പക്ഷേ എല്ലാം പൂട്ടിക്കിടക്കുന്നു. ഇത് സീസൺ ടൈം അല്ലാത്തതുകൊണ്ടാവാം. ഇടുക്കിയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ഇവിടെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന സഞ്ചാരികൾക്കെല്ലാം ഇത് വളരെയധികം ഉപകാരപ്രദവുമാണ്. ഈ കാണുന്ന വഴിയെ നമുക്ക് ജലാശയത്തിൻ്റെ അടുത്തേക്ക് പോകാം. അവിടെയും ഒരു കടയുണ്ട്. സന്ദർശകർക്കായിട്ടുള്ള നിർദ്ദേശങ്ങൾ കാണാം. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ടണലിനടുത്തേക്ക് പോകുന്നത്. ഇവിടെ ഒരു ഊഞ്ഞാൽ കാണാം. ഇത് അത്ര നല്ല വഴിയല്ല. വലിയ ഉരുളൻകല്ലുകൾ വഴി നിറയെ കാണാം. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. ടണലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കില്ല. അടച്ചിരിക്കുകയാണ്. ഇവിടെ അഞ്ചുരുളി ടണലിനെ പറ്റിയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ ടണലിലേക്ക് ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഈ മുന്നറിയിപ്പ് ബോർഡ് എപ്പോഴും ഉള്ളതാണ്. നമുക്കിവിടെ നിന്ന് ടണലിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ കാഴ്ച കാണാം. നല്ല വെള്ളമുണ്ട്. ടണലിലൂടെ വരുന്ന ജലം ഇടുക്കി ജലാശയത്തിലേക്കാണ് പതിക്കുന്നത്. അപ്പോൾ എന്തായാലും ടണൽ കാണുവാൻ സാധിക്കില്ല. നമുക്ക് ഈ കാണുന്ന വഴിയെ ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകൾ കാണുവാനായി ഇറങ്ങാം. ഒരു 4 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ടണലിൻ്റെ ഉള്ളിലേക്കും നമുക്ക് പ്രവേശിക്കാമായിരുന്നു. ടണലിൻ്റെ ഉള്ളിലൂടെ നടക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊന്നും സാധിക്കില്ല. ടണലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോൾ കർശനമായി നിരോധിച്ചിരിക്കുകയുമാണ്. ഇയോബിൻ്റെ പുസ്തകം സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ അഞ്ചുരുളി ടണലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടുക്കി ജലാശയത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നത് അഞ്ചുരുളിയുടെ മറ്റൊരു പ്രത്യേകതയുമാണ്. ഈ ജലാശയത്തിൽ 5 മലകൾ ഉരുളി കമഴ്ത്തിയതുപോലെ ഇരിക്കുന്നതിനാൽ ആദിവാസികൾ ഇട്ട പേരാണ് അഞ്ചുരുളി എന്നത്. ടണലിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം ഇടുക്കി ഡാമിലേക്ക് പതിക്കുന്ന കാഴ്ചയാണിത്. ഇരട്ടയാർ ഡാമിൽ നിന്നും കൂടുതൽ ജലം തുറന്നു വിട്ടിരിക്കുന്നതിനാലാണ് ഇപ്പോൾ വെള്ളം ഇത്രയും കൂടുതൽ. ഇവിടെ നിന്നും ഇരട്ടയാർ വരെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ചതാണ് അഞ്ചുരുളി ടണൽ. അഞ്ചുരുളിയിലും കട്ടപ്പനയ്ക്കപ്പുറം ഇരട്ടയാറിലും ഒരുപോലെ നിർമ്മാണം ആരംഭിച്ച് കൂട്ടി യോജിപ്പിച്ചതാണ് ഈ ടണൽ. 5 കിലോമീറ്റർ നീളവും 24 അടി വ്യാസവുമുള്ള ടണലിൻ്റെ നിർമ്മാണം 1974 മാർച്ച് 10 ആരംഭിച്ച് 1980 ജനുവരി 30 ഉദ്ഘാടനം ചെയ്തത്. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തൂടെയാണ് ടണൽ കടന്നു പോകുന്നത്. നമുക്കെന്തായാലും ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കാം. ഇടുക്കി ഡാമിൽ നിന്നും മീൻ പിടിക്കുന്നവരെയും കാണാം. ഇടുക്കി ഡാം പദ്ധതിയുടെ 3ാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി ഈ ജലസംഭരണിയിലേക്ക് ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്ന ജലം ശേഖരിക്കുന്നതിനായി ഇരട്ടയാറ്റിൽ ഡാം നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി അഞ്ചുരുളി ടണൽ വഴി ഇടുക്കി ജലാശയത്തിലേക്ക് ജലം എത്തിക്കുന്നു. 22 പേർ ടണൽ നിർമ്മാണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്.
ഇന്ത്യയിലെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളിൽ ഒന്നാണ് അഞ്ചുരുളി. ഇടുക്കി ഡാമിൽ വെള്ളം പൂർണ്ണമായി നിറയുമ്പോൾ ഇവിടെയെല്ലാം വെള്ളം കയറിയിട്ടുമുണ്ടാവും. അഞ്ചുരുളി ടണൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതല്ല. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് ടണൽ നിർമ്മിച്ചത്. ഡാമിലേക്ക് ഇറങ്ങരുതെന്ന മുന്നറിയിപ്പുകൾ കാണാം. ടണലിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വായു കുറവാണ്. കുഴികളുണ്ട്, പാറയിൽ വഴുക്കലുണ്ട്, വെളിച്ചം കുറവാണ്, പാമ്പുകളെയും കാണാം. മൊബൈലിന് റേഞ്ചും കിട്ടില്ല. ഇതൊക്കെ കാരണമാവാം ടണലിലേക്ക് പിന്നീട് പ്രവേശനം നിരോധിച്ചത്. 4 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ടണലിനുള്ളിൽ പ്രവേശിക്കുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വഴി നടന്നിങ്ങനെ വരുമ്പോൾ ഡാമിലേക്ക് വെള്ളം ഒഴുകി വരുന്ന വേറൊരു സ്ഥലവും നമുക്ക് കാണാം. ഇവിടെ അഞ്ചുരുളിയുടെ മറ്റൊരു മുഖവും കാണാം. അപ്പുറേ നമ്മൾ കാണുന്ന ഇടുക്കി ജലാശയം വളരെ ക്ലീനായി കിടക്കുന്നതാണ് കാണുന്നതെങ്കിൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് കൂമ്പാരങ്ങളും കാണാം. കേരളത്തിലെ ഏതൊരു സ്ഥലത്തു കൂടി നമ്മൾ സഞ്ചരിച്ചാലും ഇങ്ങനെയുള്ള വേസ്റ്റ് കൂമ്പാരങ്ങൾക്ക് മാത്രം യാതൊരു മാറ്റവുമില്ല. എന്തായാലും അഞ്ചുരുളിയിൽ ടണൽ കാണാൻ വന്നിട്ട് ടണലിൻ്റെ കാഴ്ചകൾ കാണുവാൻ സാധിക്കാതെ നമ്മൾ മടങ്ങുകയാണ്. മഴക്കാലം കഴിയുമ്പോൾ റെസ്ട്രിക്ഷൻസ് മാറി ടണൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സമയത്ത് നമുക്ക് വീണ്ടും വരാം.